എന്താടാ നിന്റെ പേര്? സ്വിച്ച്. മലയാളത്തിൽ പറയടാ. വിദ്യുച്ഛക്തി ഗമനാഗമന നിയന്ത്രണ യന്ത്രം. കൂട്ടുകാരൻ ജീവിതത്തിൽ ആദ്യമായി റംബൂട്ടാൻ കഴിക്കാൻ തന്നപ്പോൾ, എടാ നിനക്ക് റംബൂട്ടാൻ വേണോ? റംബൂട്ടാൻ അതെന്ത് തേങ്ങ? വേണം. എന്നാ കർത്താവേ, ഇതെന്തോന്ന് സാധനം? കൊറോണ വൈറസോ? ഇനിയിപ്പോ ഇത് ഇങ്ങനെ തന്നെ അണ്ണാക്കിയിട്ട് കമത്തുവാണോ? ഒന്ന് കടിച്ചു നോക്കാം. നല്ല വാട്ടച്ചൊവ. നീ ഇത് കഴിക്കണില്ലേ? കഴിക്കണം. നിനക്കിതെങ്ങനെയാ പൊളിക്കണ്ടേന്ന് അറിയത്തില്ല അല്ലേ? പിന്നെ പൊളിക്കാൻ. അയ്യേ എടാ, ഇത് പൊളിക്കാൻ ഭയങ്കര എളുപ്പാ. ഞാൻ കാണിച്ചു തരാം. ദേ ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുക, ഈ സൈഡിലൂടെ ഒന്ന് പിടിക്കുക, എന്നിട്ട് ഒരൊറ്റ തിരി. അമ്പടാ. ദാ ഇത്ര ഉള്ളൂ. ഹായ് ബൾബ്. വായിട്ടോ? നീ ഇത് ആദ്യമായിട്ടാണല്ലേ കഴിക്കണേ? പിന്നെ കുരുവിഴുങ്ങല്ലോ, വിഷമാണേ, തുപ്പിക്കളഞ്ഞോണം. പെൺകുട്ടികൾ ഹോംവർക്ക് ചെയ്യാണ്ട് വന്നാൽ ടീച്ചർ അടിക്കട്ടെ? അയ്യോ വേണ്ട സാർ, അടിക്കും. അയ്യോ വേണ്ട, കൈ കാണിച്ചേ സാറ്. അയ്യോ വേദനിച്ചു. സാരമില്ലാട്ടോ, പഠിക്കാൻ വേണ്ടിയല്ലേ. ഇനി ആൺകുട്ടികൾ ഹോംവർക്ക് ചെയ്യാണ്ട് വന്നാൽ ടീച്ചർ കൈ കാണിക്കടാ. വേണ്ട സാർ. കൈ കാണിക്കടാ. നിങ്ങൾ ആരെങ്കിലും ഇതിൽ ഒച്ച കേട്ടോ? ഇല്ല. എന്നാ ഞാൻ കേട്ടു. ഏതോ അന്യഗ്രഹ ജീവികൾ പുറപ്പെടുപ്പിക്കുന്ന ഒച്ചയാണത്. വാ നോക്കാം. എന്നാലും അതെന്തായിരിക്കും? ആദ്യമായി വീട്ടിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ച ദിവസം. Oh my God. കണ്ട ചെക്കന് കമ്പ്യൂട്ടറിൽ ഭയങ്കര തലയാ. ഒന്നും നോക്കണ്ട, കമ്പ്യൂട്ടർ സയൻസിൽ കൊണ്ട് ചേർത്തേക്ക്. അതെ അങ്ങനെ തന്നെ ചെയ്യാം. ചങ്ക് ലീവായ ദിവസം ക്ലാസ്സിൽ പോയാൽ. രാഹുൽ എന്താ ഇന്ന് വരാത്തത്? സാർ ഇന്നവന് പനിയാ. ഓക്കെ. ഇനി ക്യാൻറ്റീനിൽ പോയാൽ. ഇന്ന് കൂട്ടുകാരൻ എന്ത്? അവന് പനി പിടിച്ചു ചേച്ചി. ആണോ? അയ്യോ, ഇന്ന് ഒറ്റയ്ക്കായല്ലേ. ഇനി മനസമാധാനം കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലും ഒന്ന് പോയാൽ. ഇന്ന് കൂട്ടുകാരൻ വന്നില്ല? ഇല്ല. അയ്യോ, അതെന്താ? അതങ്ങനെ ആയതുകൊണ്ട് അതെന്ത് ഞാൻ വന്നാ പോരെ? പുല്ല്, ഇന്ന് ഞാനും സ്കൂളിൽ വരണ്ടായിരുന്നു. വീട്ടിലെ കോഴിയെ കൊല്ലുന്ന കണ്ട ഞാൻ. അയ്യോ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അങ്ങനെയൊന്നും ചെയ്യല്ലേ, അത് പാപമാണ്. അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ. അയ്യോ എനിക്കൊന്നും കണ്ടു നിൽക്കാൻ വയ്യ. അയ്യോ. ഉച്ചയ്ക്ക് ഊണിന് അമ്മ മറ്റേ ലെഗ് പീസ് എടുത്ത്. ചെറുപ്പത്തിൽ 2 കൊടയും 1 പുതപ്പും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ. तू गुनगुनाए मुस्कुराए छोटी मोटी बातों पे मुंह फुलाए.
അമ്മേ എന്റെ കൂടാരത്തിൽ കയറാമാ. കണ്ടോ എന്റെ കൂടാരത്തിലുള്ള ലൈറ്റ് ഒക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് വേർക്കണോ? അമ്മേ എന്റെ കൂടാരം കാണാൻ വരാൻ. से तू गुनगुनाए मुस्कुराए छोटी मोटी बातों पे ഇതാരാ? അമ്മേ എന്റെ കൂടാരം. ആഹാ കൊള്ളാലോ, രസമുണ്ടല്ലോ. അമ്മ കയറി വരണുണ്ടോ? അമ്മ കേറിയാലേ കൂടാരം പൊളിഞ്ഞു പോവും. ആണോ? ആ ഇങ്ങ ഇറങ്ങി വാ. ഇല്ല, ഞാൻ ഇനി ഇവിടെ താമസിക്കാൻ പോണേ. നിനക്ക് ചൂടെടുക്കും. ഇല്ല, ഇവിടെ ഭയങ്കര തണുപ്പാ. അടച്ചേ എന്റെ കൂടാരത്തിൽ തന്നെ ഇറക്കാൻ വന്നേക്കോ, സമ്മതിക്കൂല ഞാൻ. ഒരു ക്ലാസ് ആകുമ്പോൾ ഒരു ജാടക്കാരി, പെട്ടെന്ന് കമ്പനിയാകുന്ന ഒരുത്തി, ഒരു പഠിപ്പി, കുട്ടിത്തം മാറാത്ത ഒരുത്തി, ഒരു തേപ്പുകാരി, ഒരു കട്ട വായി നോക്കി, പിന്നെ എവിടേക്കോ പിരിയിളകിയ ഒരുത്തി. ഇത്ര മസ്റ്റാണ്. ആദ്യമായി ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വാങ്ങിയപ്പോൾ അളിയാ, പുതിയ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് എങ്ങനെയുണ്ട്? ആടാ, കൊള്ളാം. പല്ല കംപ്ലീറ്റ് വൃത്തിയായി നമ്മുടെ കയ്യിലിരിക്കും. പിന്നെ ആകെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ള ടൂത്ത് പേസ്റ്റ് ഇട്ടിട്ട് തേച്ചിട്ട് തുപ്പി കഴിയുമ്പോൾ ചുമന്നാറാ. ആ ഒരു കുഴപ്പം മാത്രമേ ഞാൻ കണ്ടോളൂ. നീ ഒരെണ്ണം വാങ്ങിക്കോ കേട്ടോ. ഫ്രണ്ട് ബെഞ്ചേഴ്സ് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആ ഫോട്ടോസിന്തസിസ് എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്തേ കേട്ടോ. ഓക്കെ സാർ. സാറേ അതൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇനി ബാക്ക് ബെഞ്ചേഴ്സ് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എന്താണ് ഹിപ്പോപ്പൊട്ടാമസോ? അമ്മ എന്റെ ഫോൺ കണ്ടോ? രാഹുൽ, വാട്ട് ഈസ് മീൻ ബൈ ഫോട്ടോസിന്തസിസ് എന്ന് പറയൂ. രാഹുൽ കേൾക്കുന്നുണ്ടോ? സാറേ സ്റ്റക്കാ റേഞ്ച് ഇല്ല. ഓ ഓക്കെ.